തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയ നീക്കവുമായി UDF. സത്യപ്രതിജ്ഞാ വിവാദം, കൗൺസിലർമാരുടെ ഏറ്റുമുട്ടൽ, കാപ്പ കേസിൽ കൗൺസിലർ ജയിലിലാകൽ, അങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയവും വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ രാഷ്ട്രീയം അനുദിനം സങ്കീർണമാവുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയോടുകൂടിയാണ് BJP അവിടെ അധികാരത്തിലെത്തിയത്. ഇപ്പോൾ നിർണായകമായ ഒരു രാഷ്ട്രീയ പരീക്ഷണ ഘട്ടത്തിൽ കൂടിയാണ് BJP. ആർ സുഗതൻ എന്ന കൗൺസിലർ ജയിലിലായതിനാൽ BJPയുടെ അംഗബലം പ്രായോഗികമായി 49 ചുരുങ്ങി. മറുവശത്ത് UDFന് 19 അംഗങ്ങളും LDFന് 29 അംഗങ്ങളും ഉണ്ട്. 2 പേർ സ്വതന്ത്രരാണ്. ഈ സാഹചര്യത്തിൽ UDFൻ്റെ അവിശ്വാസ പ്രമേയം വെറും രാഷ്ട്രീയ നീക്കമാണോ, അതോ ഭരണസമിതിയെ മറിച്ചിടാനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണോ? UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അതിനെ LDF പിന്തുണയ്ക്കുമോ, അതോ നിലവിലെ സാഹചര്യത്തിൽ നിഷ്പക്ഷമായ ഒരു നിലപാട് സ്വീകരിക്കാൻ LDFന് ആകുമോ? പൊതുവേദി ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് അധികാരം നിലനിർത്താനാകുമോ? രാഷ്ട്രീയ പ്രതിസന്ധികൾ ഭരണസമിതിയുടെ അടിത്തറ ഇളക്കുമോ? ഈ അവിശ്വാസ പ്രമേയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ കൂട്ടുകെട്ടിന് വഴി തുറക്കുമോ? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. സുപ്രധാനമായ നീക്കമാണ് കോർപ്പറേഷനിൽ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. കോർപ്പറേഷനിൽ ഭരണം തുലാസിലാകുന്നു. അവിശ്വാസ പ്രമേയത്തിനുള്ള തയ്യാറെടുപ്പാണ് UDF നടത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനായുള്ള ഒരു സുപ്രധാന പാർലമെൻ്ററി പാർട്ടി യോഗം ഇന്ന് വൈകുന്നേരം ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നീക്കത്തിൽ LDF കൈകോർക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. തിങ്കളാഴ്ച കൗൺസിൽ യോഗം നടക്കും. കോർപ്പറേഷനിൽ നടക്കുന്നത് LDFും UDFും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് എന്ന ഒരു ആരോപണം BJP മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വിഷയത്തിലാണ് ഇന്ന് നമ്മൾ ഈ വിഷയമാണെന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള പ്രേക്ഷകരെയാണ് ഞാൻ പ്രധാനമായും ഇന്ന് അവരുടെ പ്രതികരണങ്ങൾ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എന്നോടൊപ്പം നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ഷിജു ഒക്കെ ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് എന്നോട് പറയുന്നു. യെസ്റ്റർഡേ അനന്തൻകാട് മൂവി വാസ് റിലീസ്ഡ് ആൻഡ് ലിറ്ററലി ട്രിവാൻഡ്രം ബിക്കെയിം അനന്തൻകാട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമസ്കാരം മനു എന്ന് പറയുന്നു. എന്നോട് ഗോമാതാജി എനിക്കൊരു ചുവന്ന ഹൃദയം അയച്ചു നൽകുകയും ചെയ്തു. രണ്ടുപേരും ഒന്നിക്കണം, അവർ ജയിച്ചാൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. 2 പാർട്ടിയും ഒന്നാണെന്ന് യഥാർത്ഥ പ്രതിപക്ഷം BJP ആണെന്നും അപ്പോൾ ആളുകൾക്ക് മനസ്സിലാകും എന്നാണ് എന്നോട് ഗോമാതാജി പറയുന്നത്. സുനിൽ കുമാർ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയച്ചു തരികയും ചെയ്യുന്നു. അതോടൊപ്പം ഇപ്പോൾ ചെയ്യേണ്ടത് BJP ഭരണം ഒഴിപ്പിക്കുകയാണ്. കോർപ്പറേഷൻ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് ശശിധരൻ പിള്ള എന്നോട് പറയുന്നു. അതങ്ങനെ സാങ്കേതികമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നമ്മുടെ നിയമസഭ പിരിച്ചുവിടുന്നത് പോലെയോ അല്ലെങ്കിൽ പാർലമെൻറ്റ് പിരിച്ചുവിടുന്ന പോലെയോ പിരിച്ചുവിടൽ എളുപ്പമല്ല. മറിച്ച് അവിടെ ചെയ്യുന്നത് സ്വാഭാവികമായും 3 പേര് മത്സരിക്കും. കൂടുതൽ വോട്ട് കിട്ടുന്ന 2 പേർക്ക് അവിടെ ഒന്നിക്കാൻ കഴിയും. മറ്റ് 2 പേർ പിന്നീട് അവസാന റൗണ്ടിലേക്ക് വരാൻ കഴിയും. പിന്നീട് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ 2 പേർക്ക് വേണമെങ്കിൽ ഒന്നിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് മാറി നിൽക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. പക്ഷേ മേയറിനെയും ഡെപ്യൂട്ടി മേയറെയും തിരഞ്ഞെടുക്കാൻ വേണമെങ്കിൽ അവിശ്വാസ പ്രമേയത്തിന് ശേഷം കഴിയും എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടത് BJP ഭരണം ഒഴിയണം കോർപ്പറേഷൻ എന്ന് ശ്രീ ശശിധരൻ പിള്ള പറയുന്നു. ഓക്കെ, അപ്പോൾ ശ്രീമതി സൗമ്യ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് മനു എന്ന് പറയുന്നു. പ്രമോദ് നാണു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. അതുപോലെ സുനിൽ കുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജനവിധി മാനിക്കാനുള്ള അന്തസ്സില്ലാത്ത പാർട്ടികളാണ് ഇടതും വലതും എന്നും ജനങ്ങൾ മനസ്സിലാക്കട്ടെ, ഇവർ ഒരുമിക്കട്ടെ എന്ന് എന്നോട് സുനിൽ കുമാർ പറയുന്നു. മനു, യു ആർ മിസ്റ്റേക്ക് ആൻഡ് UDF ഗോട്ട് 20 മെമ്പേഴ്സ് നോട്ട് 19 എന്ന് പിന്നെ എന്നോട് ഷിജു പറയുകയാണ്. അങ്ങനെയല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ശബരിനാഥ് മത്സരിച്ചപ്പോൾ 17 വോട്ടുകളും 2 പേരുടെ വോട്ട് അസാധുവാകുകയും ചെയ്തു. അങ്ങനെ 19 അംഗങ്ങളാണ്. 20ാമത്തെ ആൾ ഒരു UDF വിമതനാണ്. അപ്പോൾ അയാൾ സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ പൗണ്ട് കടവിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു കൗൺസിലറാണ്. അയാൾ സ്വതന്ത്രനായാണ് മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വതന്ത്രനാണ്. UDF എന്നോടൊപ്പം UDF അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ സാങ്കേതികമായി നോക്കുമ്പോൾ സ്വതന്ത്രനാണ്. അതാണ് ഷിജു അതിലെ പ്രശ്നം. 20 അല്ല, 19 തന്നെയാണ്.
അപ്പോൾ BJP ജയിക്കും എന്ന് എന്നോട് അരുൺകുമാർ പറയുന്നു. പിന്നെ സുനിൽകുമാർ അരുൺകുമാർ എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ ഒക്കെ അയക്കുന്നുണ്ട്. ഗോമാതാജി ഗോട്ട് മിസ്റ്റേക്കൻ, കേരള പീപ്പിൾ നെവർ ചൂസ് BJP, ദേ ഡോണ്ട് വാണ്ട് എ കമ്മ്യൂണൽ ക്ലാഷ് എന്ന് എന്നോട് ഷിജു പറയുന്നു. അപ്പോൾ അരുൺകുമാർ ഹായ് 9HB ഒക്കെ എനിക്ക് നിറയെ ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. അപ്പോൾ H9HB എന്ന് കേട്ടപ്പോൾ ഞാൻ ഈ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്ന ഒരു കണക്കുണ്ടല്ലോ, അതാണെന്ന് ഞാൻ വിചാരിച്ചു. HbA1c അതാണെന്ന് വിചാരിച്ചു പെട്ടെന്ന് കണ്ടപ്പോൾ. ഈ അങ്ങനെ ഒരു കണക്ക് ബ്ലഡ് ഷുഗർ നോക്കുമല്ലോ. അപ്പോൾ അബൂബക്കർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഭരണം മാറും എന്ന് അബൂബക്കർ എലത്തോടി എന്നോട് പറയുന്നു. ഭരണം മാറും, തിരുവനന്തപുരത്ത് ഭരണം മാറും എന്ന് എന്നോട് പറയുന്നു. അക്ഷയ് പ്രസാദ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. സുഗതന് അനുകൂലമായ കോടതി വിധി ഉണ്ടാകും എന്നാണ് പ്രമോദ് നാണു പറയുന്നത്. കോഴ പീഡന കേസുകളിലെല്ലാം സുഗതൻ ജയിലിൽ പോയത് എന്ന് പ്രമോദ് നാണു പറയുന്നു. ബിജു പാപ്പൻ നമ്മുടെ ഒപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് ചില വയലറ്റ് ഹൃദയങ്ങൾ അയക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടം പോലെ വയലറ്റ് ഹൃദയങ്ങൾ ഞാൻ ബിജു പാപ്പന് അങ്ങോട്ടേക്ക് അയക്കുന്നു. ജയകുമാർ എന്നോട് നമസ്കാരം എന്ന് പറയുന്നു. അപ്പോൾ എന്നോട് ശശിധരൻ പിള്ളയെ ചോദിക്കുന്നു മനുവിൻ്റെ മകൻ്റെ പഠിത്തം എവിടെ വരെയായിരുന്നു. അവൻ 10ാം ക്ലാസ് പാസ്സായാലേ ഉള്ളൂ. അപ്പോൾ അവൻ അടുത്ത +1 അവൻ അഡ്മിഷൻ എടുത്തിരിക്കുന്നു. അതാണ് അതിലെ കാര്യം. അത് ഇപ്പോൾ ഇതിനിടയിൽ പ്രസക്തമാണോ എന്നറിയില്ല. എന്തായാലും അങ്ങനെ. അപ്പോൾ ഇതാണ് നടക്കുന്ന ഒരു സംഭവം. അപ്പോൾ സ്വാഭാവികമായും ഒരു അവിശ്വാസ പ്രമേയത്തിനുള്ള സാഹചര്യം വരും എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP കൗൺസിലർ സുഗതൻ കാപ്പ കേസിൽ നിലവിൽ ജയിലിലാണ്. സുഗതനെ കൗൺസിലർ സ്ഥാനത്ത് നീക്കണമെന്ന് LDFും UDFും ആവശ്യപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായാണ് സംഘർഷം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ സംഘർഷത്തിൽ ആണ് കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ നിരവധി കൗൺസിലർമാർക്ക് പരിക്കേറ്റത്. മേയറുടെ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്ന ഘട്ടത്തിൽ അത് തടയുകയായിരുന്നു. അവിടെ നിന്നാണ് LDF അംഗങ്ങൾ പരിക്കേറ്റു. അതുപോലെ മേയർക്കും പരിക്കേറ്റു. ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, മരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷ GS മഞ്ജു, BJP കൗൺസിലർ RC ബീന, ജയ രാജീവ്, PS മിനി, VV ഗിരികുമാർ, ദീപ S നായർ, SS സുധി എന്നിവരും അതുപോലെ LDF അംഗങ്ങളായ വഞ്ചിയൂർ P ബാബു, അതുപോലെ K ശ്രീകുമാർ, RP ശിവജി, S സിന്ധു, രാഖി രവികുമാർ, വീണകുമാരി, TK രഞ്ജിത്ത് എന്നിവരൊക്കെ കഴിഞ്ഞ ദിവസം ചികിത്സ തേടി ആശുപത്രിയിൽ എത്തി എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ വലിയ നാടകീയമായ നിമിഷങ്ങളാണ് നടക്കുന്നത്. രാമചന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത്. അതിന് മുമ്പ് ഗോപകുമാർ നമ്മൾ ഈ വിഷയം കഴിഞ്ഞ ദിവസം അങ്ങ് പ്രതികരണം നൽകിയതാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. രാമചന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ രാമചന്ദ്രൻ. സർ നമസ്തേ. സർ നമസ്കാരം. സർ നമസ്തേ. ശ്രീ രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? സർ ഞാൻ പാറശാലയാണ് സർ. രാമചന്ദ്രൻ പാറശാല. ഈ തലസ്ഥാന നഗരത്തിൻ്റെ തിരുവനന്തപുരത്തെ ഈ കോർപ്പറേഷനിൽ കാണുന്ന ഈ ബഹളങ്ങളൊക്കെ എന്തിൻ്റെ സൂചനയാണ് ശ്രീ രാമചന്ദ്രൻ? സർ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കാര്യങ്ങൾ നടത്തി സ്വന്തം വേണ്ടി മാത്രം. പക്ഷെ ഇപ്പോഴേ സർ രണ്ടുപേരും മാറി തിരിച്ചതല്ലേ. ഇപ്പം നമ്മുടെ അങ്ങനെ ടെലിഫോൺ ലൈനിൽ ഒരു ബ്രേക്ക് ഉണ്ട്. കുറച്ചും കൂടി റേഞ്ചുള്ള സ്ഥലത്തേക്ക് ഒന്ന് നീങ്ങി സംസാരിക്കാം. പറയൂ, കേൾക്കാം. സർ എല്ലാവർക്കും അവരവരെ കീശ നിറയ്ക്കുക, അധികാരം നിലനിർത്തുക, ബീക്കൺ ഇത് ലൈറ്റ് വെച്ച് അടിയിൽ പോവുക. ഇതിലേക്ക് വേണ്ടിയാണ് എല്ലാവരും ചാടുന്നത്. അവരവരെ നേടുക. അതിപ്പോൾ അധികാരം വാങ്ങാം, കീസ് നിറയ്ക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ പക്ഷേ ഇതിൻ്റെ ഒന്നും ലക്ഷണങ്ങളല്ലോ. നമുക്ക് അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം ഈ രാമചന്ദ്രന്. എന്താണ് അവിടെ കിടന്ന് ഇതാണോ ഈ അധികാരം നിറയ്ക്കാനും കീശ നിറയ്ക്കാനും ഒക്കെ ചെയ്യുന്നവർ? ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കും ശ്രീ രാമചന്ദ്രൻ. നോക്കൂ, അവിടെ ആളുകൾ കിടന്ന് അടികൂടുകയാണ്. സാർ ഇപ്പം നമ്മുടെ മേയർ രാജേഷ് മേയർ വിളിക്കുന്നു. ഇവരെ തള്ളിയിട്ടിട്ട് അടുത്ത ആൾക്കാരൊക്കെ കയറി പറ്റണം. അതിലേക്ക് വേണ്ടി ഇപ്പം വന്നിട്ട് 4 മാസമല്ലേ ആയിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ എന്താ പറയുക, അപ്പക്കഷ്ണത്തിന് വേണ്ടി ഈ നമ്മുടെ കടിച്ചു പിടിക്കുന്ന തെരുവ് പട്ടിയിൽ കടിച്ചു പിടിക്കുന്ന അവർ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അവർ ഭരിച്ചു കാണിക്കട്ടെ, വിജയവും തോൽവിയും ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഒരു ആത്മസമീപനം രണ്ടുപേർക്കും പാലിക്കാമായിരുന്നു. അപ്പൊ ജനങ്ങളാണ് ഇവരെയൊക്കെ തെരഞ്ഞെടുത്തത്. രണ്ടുപേരും മാറി രണ്ട് വ്യക്തികൾ മാറി ഭരിച്ചു. LDF UDF ഒക്കെ ഭരിച്ചു. അടുത്ത് ഇവർ ഭരിച്ചു കാണിക്കട്ടെ, ഇവരെന്താണ് ചെയ്യാൻ പോണെന്ന് കാണിക്കട്ടെ എന്നുള്ള ഒരു സാവകാശ സമയം അവരെന്തുകൊണ്ട് കൊടുത്തില്ല. അത് മാത്രമേ എനിക്ക് പറയാം. ഇവരെല്ലാം എനിക്ക് വ്യക്തിപരമായിട്ട് എല്ലാവരെയും അറിയാം. തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റി എനിക്കറിയാം. അതുകൊണ്ട് പറയാൻ സാർ, വ്യക്തിപരമായി ആളുകളെ പരിചയമുണ്ട്.
അപ്പൊ പക്ഷേ ഇവരിങ്ങനെ അടികൂടുന്നതിന്റെ കാര്യം എന്താണ്? ആളുകളൊക്കെ എനിക്കറിയാം, എല്ലാവരെയും വ്യക്തിപരമായിട്ട് അറിയാം. ഞാൻ നല്ല അടുപ്പമുള്ളവരാണ്, എല്ലാവരും ഉള്ളവരാണ്. ഈ അടുപ്പക്കാരൊക്കെ ഇങ്ങനെ തമ്മിൽ അടികൂടി ഒക്കെ എല്ലാ ആശുപത്രിയിലായപ്പോൾ അവരെ ശ്രീ രാമേന്ദ്രൻ ചെന്ന് കാണുകയൊക്കെ ചെയ്തോ? ഇല്ല. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് കണക്കില്ല. എല്ലാവരെയും അറിയാം, നല്ലവണ്ണം അറിയാം. എന്താണ് ഇങ്ങനെ സംഘർഷ ഭരിക്കുന്നവർ ഭരിക്കട്ടെ എന്ന് വെക്കാമായിരുന്നു. ഒരു വർഷത്തെ സമയം അവർക്ക് കൊടുക്കാമായിരുന്നു. എങ്ങനെയാണ് ഭരണം, ഇവർ പരസ്പരം കുറ്റം പറയില്ലേ, ഭരിച്ച് കാണിക്കട്ടെ എന്നുള്ളൊരു ഇത് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ശ്രീ രാമേന്ദ്രൻ, അപ്പൊ ഇവരെ കാണുകയാണെങ്കിൽ ഈ ജനങ്ങൾ ഇതൊന്നും അല്ല ആഗ്രഹിക്കുന്നതെന്ന് അവരോട് പറയുന്നത് വളരെ നന്നാവും. കാരണം നമ്മൾ നഗരത്തിൻ്റെ സാഹചര്യങ്ങൾ മാറും എന്നാണല്ലോ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ആളുകൾ ഇങ്ങനെ അടികൂടുന്നതൊന്നും രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളൊന്നും ആരും. എനിക്ക് ഒരു കാര്യം പറയാം. തിരുവനന്തപുരം സിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതീക്ഷിച്ചു. കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് പണം കൊണ്ടുവന്ന് ഈ തിരുവനന്തപുരത്തിൽ മാറ്റും, മുഖച്ഛായ മാറ്റി ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുമെന്നൊരു തോന്നല് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അത് കാണാനുള്ള അവസരം നമ്മുടെ ഈ ഇവിടുത്തെ കൗൺസിലർമാർ കൊടുത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തമ്മിലടി ഇവര് ഒന്ന് ഭരിക്കട്ടെ. നമ്മുടെ മുരളി സാർ പറഞ്ഞതുപോലെ എല്ലാം കൊതു വളരാനുള്ള സാഹചര്യമല്ലേ അവർ കൊടുക്കുന്നത്. ഈ കോർപ്പറേഷൻ മൊത്തം ഇങ്ങനെ അടിപിടിച്ച് കഴിഞ്ഞാൽ എല്ലാം ചീഞ്ഞു നാറൂലേ. അപ്പൊ അത് ഈ മഴയൊന്നും മാറട്ടെ എന്നെങ്കിലും ഒരു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ശ്രീ രാമേന്ദ്രൻ, ഇവര് ഇപ്പൊ UDF അവിശ്വാസം കൊണ്ടുവന്നാൽ LDF പിന്തുണയ്ക്കും, എന്താ അങ്ങേക്ക് തോന്നുന്നത്? സാർ ഇവരെല്ലാം കോടതിയിൽ പോയൊക്കെ ഇപ്പൊ സൂചനയൊക്കെ കൊണ്ടുവരും, കാര്യങ്ങളൊക്കെ ചെയ്യും, അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ഇത് വോട്ട് ചെയ്യാനൊക്കെയുള്ള സാവകാശം, സത്യപ്രതിജ്ഞ ചെയ്യാനും ഒക്കെയുള്ള ഇവർ കാണിക്കുന്നതെല്ലാം എല്ലാം ഉണ്ടാവും. നേരത്തെ അവർ കാണിച്ചവര് രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് ഭരിച്ചിരുന്ന ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നല്ലോ. ഭരിക്കാൻ അവസരം കൊടുത്തിട്ട് ഇപ്പൊ കിടന്ന് അടിപിടിക്കേണ്ട കാര്യം എന്താണ്? നേരത്തെ അവർക്ക് ഒന്നാവായിരുന്നല്ലോ, അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ കിടന്ന് അടിപിടിക്കേണ്ട കാര്യം ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഭരിക്കാനുള്ള അവസരം ഇവർ കുടത്തിനകത്തിരിക്കുന്ന വെളിയിൽ വരട്ടെ, കുടുക്കകത്തിരിക്കുന്ന വെളിയിൽ വരട്ടെ, ഇവരെന്തൊക്കെയോ ചെയ്യാവുന്ന ചെയ്ത് കാണിച്ചിട്ട് ഇതല്ലേ ഇവര് കാണാനുള്ളത്. ശരി, ഓക്കെ, വ്യക്തമാണ്. പാടില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ശ്രീ രാമേന്ദ്രൻ പറയുന്ന അതേ നിലപാട് തന്നെയാണ് നമ്മുടെ പ്രമോദ് നാണുവും പറയുന്നു. സുഗതന് അനുകൂലമായ കോടതി വിധി ഉണ്ടാകും. കോഴ പീഡനക്കേസിൽ അല്ല സുഗതൻ ജയിലിൽ പോയത് എന്നാണ് പ്രമോദ് നാണുവിൻ്റെയും നിലപാട്. ബിജു പാപ്പൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ജയകുമാർ ഉണ്ട്, അതുപോലെ സ്വർണ്ണലത നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. കൈ ഒക്കെ എനിക്ക് പൊക്കി വേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീമതി സ്വർണ്ണലതയ്ക്കും എൻ്റെ ആശംസകൾ. അപ്പോൾ കിഷോർ കോന്നിയുണ്ട്. ഇഫ് സുഗതൻ ഗെറ്റ്സ് പോസിറ്റീവ് റെസ്പോൺസ് ദെൻ ട്രിവാൻഡ്രം ബിക്കം അനദർ താലിബാൻ എന്നാണ് ഷിജു പറയുന്നത്. അത് ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ, എന്ത് ചെയ്യാൻ. അപ്പോൾ അത് സുനിൽകുമാർ പറയുന്നത് അതൊക്കെ മലപ്പുടിക്കാരൻ്റെ സ്വപ്നമാണെന്ന് പറയുന്നു. LDFനും UDFനും ജനങ്ങളെക്കാൾ വലുത് ഭരണം പിടിച്ചെടുക്കൽ ആണ്, ജനത്തിന് പുല്ലുവിലയാണ് അവർ നൽകുന്നത് എന്ന് എന്നോട് ലുലു അനൂപ് പറയുകയാണ്. അപ്പോൾ ലുലു അനൂപ് പറയുന്നത് LDFനും UDFനും ജനങ്ങളുടെ ഭരണം പിടിച്ചെടുക്കുന്നതിന് ജനങ്ങളെക്കാൾ വലുത് ഭരണം പിടിച്ചെടുക്കുന്നതാണ്. ജനങ്ങൾക്ക് അവർ പുല്ലുവിലയാണ് നൽകുന്നതെന്നാണ് പറയുന്നത്. എൻ്റെ ഒരു കാല് പഴയ മേയറുടെ വാർഡിലും ഒരു കാല് പുതിയ മേയറുടെ വാർഡിലുമാണ്. 2 കണക്കാണ്. ഭരണം വലിയ താമസമില്ലാതെ BJPക്ക് നഷ്ടമാകും എന്നാണ് ഇപ്പോൾ ജയകുമാർ എന്നോട് പറയുന്നത്. അപ്പോൾ 2 വാർഡുകളിലായിട്ട് താമസിക്കുന്ന ആളാണ് നമ്മുടെ പ്രേക്ഷകനായ ജയകുമാർ. അദ്ദേഹം പറയുന്നത് ഭരണം നഷ്ടമാകുന്നതാണ്. സം ഓഫ് ദി കൗൺസിലേഴ്സ് ഗോട്ട് ഇഞ്ചുവേർഡ് ബട്ട് ആശാനാഥ് ആൻഡ് ഗിരി ഡിഡ് നോട്ട് ഗെറ്റ് ഇഞ്ചുവേർഡ്. ദാറ്റ്സ് ക്രിസ്റ്റൽ ക്ലിയർ ഫ്രം ദ വീഡിയോസ്. ദേ ആർ ഡൂയിങ് ഡ്രാമ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുമ്പും ഇതുപോലെ സംഭവങ്ങളുണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏതാണ്ട് 46 മേയർമാർ ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണയും VK പ്രശാന്തിന് ഇതുപോലെ സമാനമായ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി. കഴുത്തിൽ ആണ് അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അന്ന് ആശുപത്രിയിൽ പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ കൗൺസിൽസിൻ്റെ ഇടയിൽ ഈ സംഘർഷം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ബോധ്യം എല്ലാ കൗൺസിലർമാർക്കും ഉണ്ടാകേണ്ടതാണ്. സം ഓഫ് ദി കൗൺസിലേഴ്സ് ഗോട്ട് ഇഞ്ചുർഡ്. ഓക്കെ, അപ്പോൾ എന്നോട് സദാശിവൻ നായർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സദാശിവൻ നായർ. ഇസ്മായിൽ MK എന്നോട്
എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നല്ലത് വരട്ടെ എന്ന് പറയുന്നുണ്ട്. രാമചന്ദ്രൻ തിരുവനന്തപുരത്തിന് പിന്തുണ കൊടുക്കുന്നു. ഗോമാതാജി രാമചന്ദ്രൻ, യു ഫൊർഗോട്ട് വെൻ ആര്യ വാസ് ദ മയർ ദേ നെവർ കോംപ്രമൈസ്ഡ് ഓൺ ഹെർ എന്ന് ഉള്ള ചില പ്രതികരണങ്ങൾ വരുന്നു. പാളയം മാർക്കറ്റിലെ ഗുണ്ടാപ്പിരിവ് നിർത്തിയത് ഇടതിനെ പ്രകോപിപ്പിച്ചു എന്നാണ് പ്രമോദ് നാണുവിൻ്റെ പ്രതികരണം. വരുന്ന 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ LDF UDF മുക്തമാകും. ഇവിടെ അസഹിഷ്ണുതയും പ്രീണനവും കയ്യിൽ വെച്ചാൽ മതി എന്നൊക്കെയാണ് സുനിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ സന്തോഷ് എന്നോടൊപ്പം ചേർന്നുണ്ട്. സന്തോഷ് പരിപ്പായാണ് എന്നോടൊപ്പം ചേർന്നിരിക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പാരിപ്പായി എന്ന് വായിച്ചതൊക്കെ സന്തോഷ് എന്നോട് പറയുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും അവിശ്വാസത്തെ അനുകൂലിക്കണം എന്നാണ് സന്തോഷിൻ്റെ ആഗ്രഹം. LDF UDFിനൊപ്പം നിന്ന് ഈ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കണം എന്ന നിലപാട് പറയുന്നു. കോടതി ഗുണ്ടകളെ സംരക്ഷിക്കാനിരിക്കുകയാണോ സഹോദര എന്ന് ജയകുമാർ ചോദിക്കുന്നു. ബാബു കാഞ്ഞിരപ്പുഴ എന്നോട് പറയുന്നത് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് സ്വന്തം മുന്നണിക്കുള്ളിൽ വിശ്വാസം നഷ്ടപ്പെടുമോ എന്ന് കാത്തിരുന്ന് കാണാം എന്നാണ് ബാബുരാജൻ കാഞ്ഞിരപ്പുഴ, നമ്മുടെ പാലക്കാടുകാരനാണ് അയാൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീ മുരളീധരൻ നായർ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. നമസ്കാരം മനു എന്ന് പറയുന്നത്. മുരളീധരൻ നായർ MNനെ കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ്. അപ്പോൾ വാട്ട് എവർ മണി ഫണ്ടഡ് ബൈ സെൻറ്റർ ഹാവ് ബീൻ സ്പെൻഡ് ഫോർ ദ റീൽസ് ആൻഡ് ഇലക്ഷൻ ക്യാമ്പയിൻ എന്നൊക്കെയുള്ള പരിഹാസം ഷിജു നടത്തുന്നുണ്ട്. അപ്പോൾ AK കൃഷ്ണൻകുട്ടി നമ്മുടെ മണിമലയൊക്കെ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ശശിധരൻ പാലക്കാട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശശിധരൻ, ഹലോ, നമസ്കാരം. നമസ്കാരം. ചുരുങ്ങിയ വാക്കുകൾ. എന്തൊക്കെയാണ് സാറേ പിന്നെ വിശേഷങ്ങൾ? നല്ല വിശേഷം. ശ്രീ ശശിധരൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അവിടെ മഴയൊക്കെ ഉണ്ടോ ശശിധരൻ പാലക്കാട്? മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യതേ ഉള്ളൂ. പാലക്കാടുകാരൊക്കെ മഴ കിട്ടാതായാലും വലിയ പ്രതിസന്ധിയില്ല. അവിടെ വലിയ കൃഷി പണിയൊക്കെ. അതെ, കൃഷിപ്പണിയൊക്കെ ഭയങ്കര മോശമായി കൊല്ലത്തെ തോന്നുന്നുണ്ട്. പാലക്കാടും BJP നഗരസഭ ഭരിക്കുന്നത്. തിരുവനന്തപുരത്തും നഗരസഭ ഭരിക്കുന്നത്, നഗരസഭ എന്ന് വെച്ചാൽ കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ്. അപ്പൊ അവരെ ഭരിക്കാൻ വിടുന്നില്ല എന്നിപ്പോ ഒരു പ്രേക്ഷകൻ എന്നോട് പറഞ്ഞു. അതൊക്കെ സത്യമാണോ ശ്രീ ശശിധരൻ? അത് സത്യമാണെന്ന് പറയാം. അത് കാരണം എന്താന്ന് വെച്ചാൽ വീണ ജോർജിനെ കോടതിയില് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോയില്ലേ? വീണ ജോർജ് അല്ലേ, ടി വീണ. പിണറായിയുടെ മകളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോയില്ലേ? അതിന് വേണ്ടിയിട്ടുള്ള ബഹളമായിരുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനിയിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ വേണ്ടി അവിടെ ചോദ്യം ചെയ്യൽ. അപ്പൊ ഇവിടെ കലാപം ഉണ്ടായാൽ ഇവിടെ കലാപം ഉണ്ടാവാൻ അതാണ് അവരുടെ നിർബന്ധങ്ങൾ മുഴുക്കി. ഇത് എന്തെങ്കിലും ഒരു കലഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇരുന്നത്. ഇനിയിപ്പോ പിണറായിയുടെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അപ്പോൾ അന്നയ്ക്കും ഉണ്ടാവും. നോക്കിക്കോളി. പ്രത്യേകിച്ച് ഇതാണ് അവരുടെ ഒരു എന്തെങ്കിലും ഒരു ഇടാകൂടെ ഉണ്ടാക്കി അത് എങ്ങനെയെങ്കിലും പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാണ് അവരുടെ. ഇതൊരു തന്ത്രമായിരുന്നെന്നാണ് താങ്കൾ പറയുന്നത്. മാധ്യമങ്ങളെയും നമ്മുടെ വാർത്താ കേന്ദ്രങ്ങളെയൊക്കെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം. പക്ഷെ നമ്മൾ 2 വാർത്ത എല്ലാവരും കൊടുത്തല്ലോ. കൊടുത്തു, ശരിയാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? അതിപ്പോ അവിടെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെയെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ കൃഷ്ണൻ കണ്ണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻ, നമസ്കാരം. 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 ഇതെല്ലാം ഒരു നാടകമാണ്. അപ്പൊ ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലോ, LDF UDF ഒന്നിക്കുമെന്ന്. അവരെ ഒന്നിക്കാണ് വേണ്ടത് നമുക്കും. അതെ. ഭാരതീയ ജനതാ പാർട്ടി ഒരു ആദ്യമായിട്ടൊരു കോർപ്പറേഷൻ ഭരണം പിടിച്ചപ്പോ നല്ല ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. ഇവരെ കയ്യേറ്റങ്ങളിൽ ഒഴിപ്പിച്ചപ്പോ പൊള്ളി. ഇവർക്കിപ്പം ഗുണ്ടാപ്പിരിവ് നടത്താൻ പറ്റുന്നില്ല. അപ്പൊ ഇവര് പഠിച്ചാലും പഠിക്കൂലെന്നാണ് തെളിയുന്നത്. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ ചവറ്റുകോട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുക ഈ ആശയം. കാലഘട്ടപ്പെട്ട പ്രസ്ഥാന കമ്മ്യൂണിസം. അപ്പൊ നിങ്ങൾ പറയുന്നത് LDF ഇവരെ പിന്തുണയ്ക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്തുണച്ചാൽ അവർ ഒന്നായാൽ നിങ്ങൾക്ക് ഭരണം പോകൂലേ? ഇല്ല, ഭരണം പോകില്ലെന്നേ. LDFനും UDFിനകത്ത് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് തന്നെ നഷ്ടം വരുവാ. അതെങ്ങനെ ചെയ്യാൻ പറ്റുക? വിപ്പ് പാലിക്കാതിരിക്കാൻ പറ്റുമോ? വിപ്പ് ചിലപ്പം വിപ്പ് പാലിക്കാതെയും വോട്ട് ചെയ്തു എന്ന് വരും. അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് വോട്ട് ചെയ്തില്ല വോട്ട് അസാധുവാക്കിയാലോ? ശരി, അങ്ങനെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? എന്തേ? അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഇതിനിടയിലുള്ള പണികളെല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അസാധുവാക്കാനൊക്കെ ആളുകളെ റെഡിയാക്കിയിട്ടുണ്ടോ? അല്ല, ഇതെല്ലാം അങ്ങ് സംഭവിക്കുമല്ലോ. അതെ, ശരി. ഏതായാലും നോക്കാം. തിങ്കളാഴ്ച അസഹിഷ്ണുത എന്തിനാന്നേ? ഭരിക്കട്ടെ. നല്ല ഭരണം കഴിച്ചോ. ജനങ്ങൾ നോക്കി കാണുന്നുണ്ടല്ലോ. അപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞ വീണ വിജയനെ ഇപ്പത്തെ ചോദ്യം ചെയ്യുമ്പോ അത് ഒരു വാർത്താ പ്രാധാന്യമില്ലാതെ വാർത്തയാക്കി മാറ്റണം. ഇപ്പത്തെ കലാപം ഇവർക്ക് ഭരണം നഷ്ടപ്പെടുമ്പോ എപ്പോഴും കലാപമാണല്ലോ. ഇനിയിപ്പോ സമരത്തിന്റെ നാൾ വഴികളായിരിക്കുമല്ലോ. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. 10 കൊല്ലം ഇനിയിപ്പം ജനങ്ങള്
വില വർധനവോ മറ്റ് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ടാക്സ് വർധനവോ കാരണം ബുദ്ധിമുട്ടിക്കഴിഞ്ഞാലും മര്യാദക്ക് പിന്നെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം സമരം ചെയ്യാനാണല്ലോ. ഇപ്പൊ ഭരണം ഇല്ലെങ്കിൽ സമരം, സമരം അല്ലെങ്കിൽ ഭരണം, അതാണല്ലോ മുദ്രാവാക്യം. അല്ല, ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതാണ് അവർ പലപ്പോഴും പറഞ്ഞിരുന്നത്. എപ്പോഴാണ് അവർ സമരം ചെയ്തത്? ഈ 10 വർഷത്തിനടുക്ക് ഏത് സമരം? പക്ഷെ പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്നാണ് ഭരണവും സമരവും എല്ലാം ശരിയാക്കുന്നല്ലേ പറഞ്ഞേ, എല്ലാം ശരിയാക്കിയിട്ടാണല്ലോ ഇറങ്ങിയ. അപ്പോൾ എന്നോട് ഷിജു പറയുന്നത്, ഓക്കെ, താങ്ക് യു സോ മച്ച് ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് വിളിച്ച അഭിപ്രായം പങ്കുവച്ചതിന്. അപ്പോൾ ഷിജു എന്നോട് പറയുന്നത് ഗൂഗിൾ പറയുന്നത് 20 അംഗങ്ങളുണ്ടെന്ന്. ഷിജു ഈ ഗൂഗിൾ നോക്കി ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാത്ത ഗൂഗിളിൽ നോക്കിയാണോ മനസ്സിലായി? ഞാനത് വിശദമായി പറഞ്ഞു തന്നില്ലേ, ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ കഴിഞ്ഞ തവണ ശബരിനാഥന് എത്ര വോട്ട് കിട്ടിയെന്ന് നോക്കിയാൽ അങ്ങേക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്നോട് പങ്കജാക്ഷൻ നായർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. അത് എനിക്ക് ആദ്യം കുറേ ചുവന്ന ഹൃദയങ്ങളയക്കും, പിന്നെ അതിന് പുറകെ ചുവന്ന പൂക്കളും അയക്കും. അപ്പോൾ പങ്കജാക്ഷൻ നായർക്ക് ചുവന്ന ഹൃദയങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വൈകാതെ ചുവന്ന പൂക്കളും വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിശ്വാസം വന്നാൽ കുറഞ്ഞത് 3 വോട്ടിന് ഭരണം നിലനിർത്തും എന്നാണ്. അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, നോക്കാം. ഏതായാലും രക്ഷാപ്രവർത്തനകർത്താർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയത് എങ്ങനെയാണ് എന്നൊക്കെ എന്നോട് സുനിൽകുമാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ സദാശിവൻ നായർ എന്നോടൊപ്പം പറയുന്നത് ശശിധരൻ പറഞ്ഞതിൽ സത്യമുണ്ടോ? ശ്രീ ശശിധരൻ പറയുന്നതിൽ സത്യമുണ്ട് എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഒന്നിക്കാൻ ഡ്രാമയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ്. അപ്പോൾ ശശിധരൻ പാലക്കാട് എന്തൊക്കെയാണ് ഈ പറയുന്നതിനോട് യോജിക്കുന്നില്ല നമ്മുടെ ഷാജി ഭാസ്കർ. അപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് ഒരു പാര വയ്ക്കാമെന്ന് കരുതി പറഞ്ഞതാണെന്ന് ശശിധരൻ പിള്ളൈ പറയുന്നു. ഏതായാലും രാജേഷിന് നല്ല ഒരു ഇമേജ് തിരുവനന്തപുരത്തുകാർക്ക് ഉണ്ട്, അത് വിസ്മരിക്കരുത് എന്ന് എന്നോട് ശ്രീ മുരളീധരൻ നായർ MN ഓർമ്മിക്കുന്നു. ഇവർ ഭാവിയിൽ ഒന്നായേ പറ്റൂ, അല്ലാതെ BJPയെ നേരിടാൻ ആവില്ല. ഇപ്പോഴും ഇവർ പൊട്ടും, ഇവർ കലാപത്തിനുള്ള ശ്രമം ആണ് എന്ന് സുനിൽ പറയുന്നു. അപ്പോൾ ശശിധരൻ പിള്ളയെ പരിഹസിക്കേണ്ട എന്നാണ് നമ്മുടെ AK കൃഷ്ണൻകുട്ടി പറയുന്നത്. ഞാൻ മേയറായാലും മന്ത്രിയായാലും 1-ാം തരമായി ജോലി ചെയ്യും, ജോലിക്ക് ഡൽഹി വരെ പോയി അവാർഡും അംഗീകാരവും വാങ്ങിയിട്ടുള്ള ആളാണ് താൻ എന്ന്. അപ്പോൾ ഈ കൃഷ്ണൻകുട്ടി പറയുന്നത്, കൃഷ്ണൻകുട്ടിയെ പിന്നെ മേയറായാൽ ആയിക്കോന്നൊക്കെ രീതിയിൽ പരിഹസിച്ചിട്ടുണ്ടാകണം. അത് ഞാൻ കണ്ടില്ല പക്ഷേ ആ കമൻറ്റ്. ഓക്കെ, അപ്പോൾ ശശിധരൻ റൈറ്റ്സ് സം ലൈക്ക് ദേ റൈസ് അപ്പ് പാസ്പോർട്ട് ഇഷ്യൂസ് ഇൻ ഓർഡർ ടു ഡൈവേർട്ട് ദി പബ്ലിക് അറ്റൻഷൻ ഓഫ് അയോധ്യ സ്കാം ആൻഡ് ധർമ്മശാല. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ ഓക്കെ അപ്പോൾ എന്നോട് ജയകുമാർ പറയുന്നത് വിഴിഞ്ഞത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ കണക്ക് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ആകുമ്പോൾ 20 കിട്ടും എന്നാണ് പറയുന്നത്. ശരിയാണ്. ഓക്കെ അപ്പോൾ അത് കറക്റ്റാണ്. എനിക്ക് അപ്പോൾ ഷിജു ഒരു ചെറിയ തെറ്റുപറ്റിയെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ 20 പേരുടെ വിഴിഞ്ഞം കൂടി വരുമ്പോൾ 20 പേരാകും എന്ന് ജയകുമാർ എന്നോട് പറയുന്നു. അയോധ്യയിലെ മോഷണം മറയ്ക്കാൻ ആദ്യം BJP ശ്രമം എന്ന് പറഞ്ഞാലോ എന്ന് ഷാജി ഭാസ്കർ പറയുന്നു. അല്ലയോ അവതാരക, കാടും പടലും തിരിച്ചറിയാത്തവർ വന്ന് വീണ വിജയനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതും ഇതും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിക്കണ്ടേ എന്ന് എന്നോട് മനോജൻ KV പറയുന്നു. ഞാനത് ആളുകൾ ചോദിച്ചോളും, അതിനായിട്ടുള്ള ആളുകൾ നമുക്കുണ്ട്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ ഫായിസ് പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ഫായിസ്, നമസ്കാരം. ഫായിസ് പാലക്കാടുകാരനാണ് അല്ലേ? പാലക്കാട് എവിടെയാണ് വീട്? പാലക്കാട് കണ്ടമംഗലം വഴിയാണ്. പാലക്കാട് കണ്ണമംഗലം. അതെവിടെയാ? അത് കുറച്ചങ്ങോട്ട് പോകണം, ദൂരത്താണ്. എങ്ങോട്ട് പോകണം? ഏത് വഴിയിലാ? അത് മണ്ണാർക്കാട് റൂട്ടാണ്. മണ്ണാർക്കാട് റൂട്ടിൽ കണ്ണമംഗലം അല്ലേ? അത് ശരി. അപ്പോൾ മണ്ണാർക്കാട് എത്തണോ അതോ അതിന് മുന്നേ ആണോ? കുറച്ചങ്ങോട്ട് പോകണം. മണ്ണാർക്കാട് കഴിഞ്ഞ് പോകണം. അത് ശരി. ഓഹോ. ഫായിസ് എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി പഠിച്ചാണ്. ഡിഗ്രി എന്ത് ചെയ്യുന്നു? ഡിഗ്രി പഠിക്കുകയാണോ? ഓക്കെ. എന്ത് വിഷയം പഠിക്കുന്നത്? പൊളിറ്റിക്സ് ആണോ? എക്കണോമിക്സ് ആണോ? ഏത് കോളേജിൽ? ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഞാൻ നമ്മുടെ പൊതുവേദി സാധാരണ റിട്ടയർഡായ ആളുകളാണ് കൂടുതൽ വിളിക്കുന്നത്. അപ്പോൾ ചെറുപ്പക്കാരെ വളരെ കുറച്ച് പേരുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫായിസിനോട് കൂടുതൽ സംസാരിച്ചു. അപ്പോൾ ഫായിസെ, ഈ തർക്കവും അടിയൊക്കെ കാണുമ്പോൾ ഫായിസിന് തോന്നുന്നുണ്ടോ ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകേണ്ട സാധ്യതയുണ്ടെന്ന്? ഭരണമാറ്റം ഇല്ല സാർ, അതൊരു UDF-ഉം താല്പര്യം അങ്ങനെ ഉണ്ടാവില്ല സാധാരണ. ഒന്നിക്കില്ല? UDF LDF ഒന്നിക്കില്ല? അടിയുണ്ടാകുന്നില്ലാത്തതുണ്ടാവും BJP-ക്കാരും ആരായാലും. അപ്പോൾ അവർ ഒന്നിക്കാൻ സാധ്യത കുറവാണ്. ഒന്നിക്കാൻ സാധ്യത കുറവാണെന്നാണ് താങ്കൾ പറയുന്നത്? കുറവാണ്, ഫുള്ള് കുറവാ. അതെയാ? വെരി ഗുഡ്. അപ്പോൾ ഇന്ന് കോളേജില്ലേ?
ഇന്നില്ല, ക്ലാസ്സിൽ അന്ന് ലീവാണ്. ഇന്ന് അവധിയാണ് അല്ലേ? ഓക്കെ. ശരി. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പോൾ കൃത്യമാണ്. ഫായിസ് ആണ് എന്നോടൊപ്പം ചേർന്നത്. നാരായണൻ ശ്രീകണ്ഠാപുരത്തു നിന്ന് കൂടി എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ നാരായണൻ, നമസ്കാരം സാർ. നമസ്കാരം. കുറേ ദിവസം വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് ഞാൻ പല ആളുകളിലോടും ഇപ്പം ഞാൻ പറയുന്നത്, സ്ഥിരം വിളിക്കുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്നു എന്നൊരു പരാതിയുണ്ട്. അപ്പോൾ ചില ആളുകൾ കിട്ടുന്നില്ല. അപ്പം ഞാൻ കുറച്ച് കിട്ടാത്ത ആളുകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാൻ എന്തെങ്കിലും വഴി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആയിക്കോട്ടെ, പരാതിയൊന്നുമില്ല, പറഞ്ഞേ ഉള്ളൂ. സാറിന്റെ ഇത് കേട്ടോണ്ടിരിക്കാലോ. അത് ശരി. രാഷ്ട്രീയത്തിന്റെ അതൊക്കെ അങ്ങനെ പോകും. അത് അഭിപ്രായം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതല്ല, അതാത് ആളുടെ പാർട്ടിക്കാർ പറയും പോലെ കേൾക്കൂ എന്നാണ് എന്റെ അഭിപ്രായം. കാരണം എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടല്ലോ. BJPക്ക് ഉണ്ട്, CPM-നുണ്ട്. LDF ഒരു അവിശ്വാസ പ്രമേയത്തെ UDF കൊണ്ടുവന്ന് കരുതുന്ന അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണയ്ക്കുമോ ശ്രീ നാരായണൻ? സാറ് നല്ല കാര്യമാണെങ്കിൽ പിന്തുണക്കുക. കാരണം LDF എപ്പോഴും പിന്നെ വീണ്ടും വിചാരത്തിന് മറ്റേ ഇതിന് തയ്യാറാവുന്ന ആളുകളാണ്. അതായത് വർഗീയത ഇവിടെ വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ വിട്ടുവീഴ്ച കേൾക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷം. അപ്പൊ സാറ് പല കാര്യത്തെ കൊണ്ട് കണ്ടിട്ടുണ്ടാവും. മനസ്സിലല്ലേ? ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, അത് വേറെ കാര്യം. ഞാൻ നല്ലൊരു വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ തമ്മാടിത്തം കാണിക്കുന്നതിനും നമ്മൾ അനുകൂലമല്ല. കാരണം അതിന്റെ ഫലങ്ങൾ അനുഭവിച്ചല്ലോ ജനങ്ങൾ. അല്ല, ഇവിടെ ഓരോ പാർട്ടിയും അനുഭവിച്ചല്ലോ. മനസ്സിലായില്ലേ? അതല്ല പറയാം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ പ്രശ്നങ്ങൾ വേറെ തരത്തിലാണ്. ഓക്കെ, ശരി. അപ്പൊ സുഖമായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞത്. പെൻഷൻ പറ്റിയിട്ട് അങ്ങനെ ചെറിയ പെൻഷൻ ഒക്കെ വാങ്ങിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പൊ വീണ്ടും പെൻഷൻ കിട്ടാറായി, 1-ാം തീയതി ആറായി അല്ലേ? പെൻഷൻ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോ കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. കാരണം മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന് പഴയ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെയോ? കിട്ടും, പേടിക്കാനൊന്നുമില്ല. പെൻഷൻ വിതരണം അത് മതി. ഞങ്ങളെ പെൻഷനിൽ എതിർക്കുന്ന ആളല്ലുണ്ട്. പക്ഷെ ഞങ്ങൾ മാറ്റിവെച്ച വേതനാണ് നമുക്ക് തരുന്നത്. നമ്മൾ പണിയെടുത്തതിന് മാറ്റിവെച്ച വേതനാണ് സുപ്രീം കോടതി പറഞ്ഞ. ചില ആൾ പറയും ഞങ്ങളുടെ നികുതി പണത്തെ കൊണ്ടാണ് നിങ്ങൾ പെൻഷൻ വാങ്ങുന്നെല്ലാം പറഞ്ഞവരുണ്ട്. അതെല്ലാം അറിയാതെ കൊണ്ട് പറയും ഞാൻ. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ. അത് കിട്ടിയാൽ മതി നമുക്ക് ചെറുങ്ങനെ. ശരി, വ്യക്തമാണ് താങ്കളുടെ നിലപാടൊക്കെ. അപ്പോൾ കൃത്യം. അതായത് കുറേ നാളുകൾക്ക് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞ സന്തോഷം. അപ്പോൾ എന്നോടൊപ്പം സുരേഷ് നായർ ചേരുന്നുണ്ട്. BJP ഭരണം നിലനിർത്തും, ഇനി പക്ഷേ മിനി ഇന്ത്യ സഖ്യം ഒന്നിച്ച് ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കും എന്ന് സുരേഷ് നായർ മുന്നറിയിപ്പ് നൽകുന്നു. ശശിധരൻ പിള്ളയ്ക്ക് ചുവന്ന ഹൃദയം നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല അയച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കം, വെള്ള ഇല്ലായ്മ കഴിഞ്ഞ 10 വർഷം എന്തുകൊണ്ടാണ് അന്നത്തെ മേയറോട് ഉന്നയിക്കാതിരുന്നത് എന്ന് ഗോമാതാജി ചോദിക്കുന്നു. അതെ, അതെല്ലാം കൂടി ഇപ്പോൾ പെട്ടെന്ന് 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഇപ്പം 1 മാസം കൊണ്ടോ 4 മാസം കൊണ്ടൊന്നും ഇത് തീർക്കാൻ കഴിയില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗോമാതാജി പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. ഏതായാലും പങ്കജാക്ഷൻ നായർ എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് ചുവന്ന ഹൃദയങ്ങൾ അയച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചുവന്ന പൂക്കൾ അയക്കും. ഇപ്പോൾ ചുവന്ന പൂക്കളും അയച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം. ശ്രീ പങ്കജാക്ഷൻ നായരുടെ ചുവന്ന പൂക്കൾ കിട്ടുമ്പോൾ വലിയ സന്തോഷം. അപ്പോൾ ഷാജി ഭാസ്കർ നമ്മുടെ മനോജൻ KVയെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതും തമ്മിൽ ബന്ധമില്ല എന്ന മനോജൻ KVയുടെ നിലപാട്, അതായത് വീണ അവിടെ മൊഴി കൊടുക്കാൻ പോയതും ഇവിടെ അടിയുണ്ടാക്കിയതും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ എന്നാണ് മനോജൻ KV ചോദിച്ചത്. ആ മനോജൻ KVയുടെ നിലപാടിന് അദ്ദേഹം ചുവന്ന ഹൃദയമൊക്കെ അയക്കുന്നുണ്ട്. ഇപ്പോൾ പൈപ്പ് പൂട്ടി വെച്ചിട്ട് വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്ന മാന്യന്മാരാണ് ഇവിടെയുള്ളത് എന്ന് പരിഹസിക്കുന്നു സുനിൽ. ഇന്ത്യ മുന്നണിയല്ലേ, ഒന്നിച്ചാൽ രണ്ടാൾക്കും പരാജയം എന്ന് ശ്രീ മുരളി എന്നോട് പറയുന്നു. ഇപ്പോൾ 2 വെള്ളവും ഒന്നിച്ച് കടലിൽ പോകുമോ എന്ന് MN നമ്മുടെ മുരളീധരൻ നായർ എന്നോട് ചോദിക്കുന്നു. സദാശിവൻ TK എന്നോട് പറയുന്നു, സാർ ദർ ഇസ് നോ ചാൻസ് ഓഫ് യൂണിറ്റി ഓഫ് LDF ആൻഡ് UNIF, സോ BJP ക്യാൻ കണ്ടിന്യൂ ഇൻ പവർ എന്ന് പറയുന്നു. അയോധ്യയോട് എന്ത് സ്നേഹം, ശബരിമലയെ പറ്റി മിണ്ടാനില്ല എന്ന് പറയുന്നു നമ്മുടെ സുനിൽ. രാമലക്ഷ്മണന്മാരെയും സീതയെയും മോദിയും കൂട്ടരും വിറ്റുതൊലച്ചു എന്നാണ് പറയുന്നത്. അത് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അയോധ്യയിൽ സംഭാവന തട്ടിപ്പ് അവിടുത്തെ 8 പേർ നടത്തി. അതിൽ ഈ BJPക്ക് എന്താ പങ്കെന്നുള്ളതാണ് എനിക്ക് വ്യക്തമാകേണ്ടത്. ഓക്കെ, ഞാൻ ചെന്നിത്തല പ്രശ്നങ്ങൾ വേണം എന്നാലേ തിരിച്ചറിവുണ്ടാകൂ അതാണല്ലോ ഞാൻ എന്ന് പറയുന്നത്. ഗ്രീഷ്മ എന്തോ രമേശ് ചെന്നിത്തലയെ പരിഹസിക്കുകയാണ്. വിനോദ് നമ്പ്യാർ എന്നോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ വിനോദ് നമ്പ്യാർ, നമസ്കാരം. ശ്രീ വിനോദ് നമ്പ്യാർ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ശ്രീ വിനോദ് നമ്പ്യാർ പിന്നെ കണ്ണൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ നമ്മുടെ ചാലാട്. ചാലാടൊക്കെ എനിക്കറിയാം. ഓക്കെ സാറേ. അപ്പോൾ ശ്രീ വിനോദ് നമ്പ്യാർ,
ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ നിലവിട്ടുള്ള പെരുമാറ്റം വരുന്നു. അതിനുശേഷം ഇപ്പോൾ അവർ പലയിടത്തുമൊക്കെ ഇപ്പോൾ പലതരം അന്തർധാരകളൊക്കെ തദ്ദേശ സ്ഥാപനത്തിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു അന്തർധാര ഉണ്ടായി BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു ശ്രമം വിജയിക്കുമോ ശ്രീ വിനോദ് നമ്പ്യാർ? അല്ല, കുറെ 10 കൊല്ലത്തിന് ശേഷം ഒരു എന്താ പറയണ്ടേ, നമ്മൾ പൊതുജനം ഒരു പുതിയൊരു സർക്കാർ അവിടത്തേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തതാണ്. അവർക്ക് ആ സമയം അവർക്ക് പരിപൂർണമായി കൊടുത്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന നേട്ടങ്ങൾ ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകട്ടെ. എന്തിനാണ് അതിലിടക്ക് ഇവർ പറയുന്നവരെ LDF UDF കൂടിയിട്ട് അവരുടെ ഓൾ ഇന്ത്യയിൽ നമ്മൾ പലതും കാണുന്നുണ്ട്. പല സംസ്ഥാനങ്ങളും പല വിധത്തിലെ കൂട്ടുകെട്ടാണ്. പക്ഷെ അവർക്ക് കൊടുത്തൊരു ജനങ്ങൾ പൊതുജനം കൊടുത്തൊരു അധികാരമാണ്. അധികാരത്തെ അവർ നല്ല വിധത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളൂ. അപ്പൊ അത് അങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നില്ലേ? ഇപ്പൊ ഒന്നിച്ച് നിൽക്കുന്നില്ലല്ലോ. കണ്ടില്ലേ ഇന്നലെ സത്യം പറഞ്ഞാൽ മേയറെല്ലാം അവര് തന്നെ എന്താ പറയണ്ടേ തടഞ്ഞു വെക്കുക. അപ്പോൾ അവര് ഉള്ളിൽ കയറുവാൻ വേണ്ടി മേയർ ശ്രമിക്കുക. അപ്പോൾ അവിടെ കോലാഹലങ്ങൾ ഉണ്ടാവുക. അതിനൊക്കെ അതിന്റെ ആവശ്യമുണ്ടോ? കാരണം വെച്ചാൽ അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പമുള്ള പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും അവരങ്ങോട്ടും ഇങ്ങോട്ടും പൊതുജനങ്ങൾ ഒരു പ്രാവശ്യം ഒരു ഇത് കൊടുക്കുമ്പം അത് അംഗീകരിക്കല്ലേ വേണ്ട. അതിനെതിരെ നമ്മൾ അടിപിടി കൂടിയിട്ടോ അല്ലെങ്കിൽ തടഞ്ഞു വെച്ചിട്ടോ ആണോ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളവര്? കാരണം ജനാധിപത്യ പ്രക്രിയയിലൂടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണം. അത് ഭരണം നഷ്ടപ്പെട്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ആ വിധത്തില് നീങ്ങുന്നതിനോട് നമ്മൾ പോലത്തെ ഒരു വിധത്തിൽ യോജിക്കാൻ പറ്റില്ല. ശരി. അപ്പോൾ സുനിൽകുമാർ പറയുന്നത് Krishnan from Kannur says Stone Age politics is not updated and communism is outdated, which means he still lives in Stone Age of suburban Kannur. ശരി. സേവിയർ എന്നോട് പറയുന്നു മുല്ലപ്പെരിയാർ കരാർ 1970 പുതുക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഡാമിൻ്റെ ഉടമസ്ഥാവകാശം തമിഴ്നാടിന് കൊടുക്കേണ്ട ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയിലും ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കണം. ഇപ്പം അങ്ങനെ എല്ലാവരും കേന്ദ്രഭരണ പ്രദേശങ്ങൾ കേരളത്തിൽ വേണമെന്ന് പല സ്ഥലത്ത് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ധാർമ്മികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരാണ് BJPക്കാർ എന്നാണ് കൃഷ്ണൻകുട്ടി പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വർഗീയത വംശീയ കലാപങ്ങൾ ഉണ്ടാകുന്നത്. അയോധ്യയിൽ നടക്കുന്നത് അറിയുന്നില്ലേ എന്ന് എന്നോട് ചോദിക്കുന്നു. കോർപ്പറേഷനിൽ LDF UDF ഒന്നിച്ചാൽ അസംബ്ലിയിലും ഒന്നിച്ചുകൂടെ എന്നാണ് ശ്രീ ശശിധരൻ ചോദിക്കുന്നത്. 2 വെള്ളവും ഒന്നിച്ച് കടലിൽ പോകും എന്ന പരിഹാസവും അതിന് ശ്രീ മുരളീധരൻ നായർ MN നൽകുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോർപ്പറേഷൻ മാത്രമേ ഉള്ളൂ എന്ന് ശ്രീ മുരളി എന്നോട് പറയുന്നു. BJP തന്നെ ഭരിക്കും എന്ന് UK വ്ലോഗ്സും എനിക്ക് എഴുതുന്നു. ഇടവപ്പാതി കനത്താൽ എല്ലാം വെള്ളത്തിലാവുമെന്നാണ്. മുല്ലപ്പെരിയാർ നമുക്ക് ചർച്ച ചെയ്യേണ്ടതെന്ന് എന്നോട് സുനിൽ ചോദിക്കും. നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. മുല്ലപ്പെരിയാർ ഒരു വലിയ വിഷയം തന്നെയാണ്. ബിനുകുമാർ എന്നോടൊപ്പം ചേരുന്നത് ചടയമംഗലത്ത് നിന്നാണ്. ശ്രീ ബിനുകുമാർ. നമസ്കാരം. ഈ ബിനുകുമാർ, ഇവിടെ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുമോ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പിന്നാലെ? അതായത് സാറേ 2030 ഇലക്ഷന് ഈ ഇന്ത്യ മുന്നണിക്കും മറുഭാഗത്തുനിന്ന് ഇപ്പോഴേ ഒരു പറച്ചിലുണ്ടായിരുന്നു. കഴിഞ്ഞ ഇലക്ഷന് ഒരു പറച്ചിലുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടെ മുമ്പേ അത് ആവർത്തിച്ച് തുടങ്ങിയിരിക്കും. അതായത് അതിന്റെ ട്രയലാണ് ഈ കാണുന്നത്. ട്രയൽ നടക്കുക. അതായത് 2029 പാർലമെന്റ് ഇലക്ഷന്റെ ട്രയലാണ് ഇപ്പോൾ വരുന്നത് ഇവിടെ. അതിന്റെ ട്രയൽ ഇപ്പൊ തുടങ്ങി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോൺ എന്താ പ്രശ്നമുണ്ട്? അത് ബ്രേക്ക് ആവുന്നല്ലേ വോയിസ്? അതായത് ഒരു മീനെ പിടിച്ച് നമ്മൾ കരക്കിട്ടു, അതിന്റെ ഒരു വാലിന്റെ അനക്കം മാത്രമേ ഇപ്പൊ ഇടതുപക്ഷത്തുള്ളൂ. ആ ഒരു അവസ്ഥയിൽ മീനിന്റെ വാലിങ്ങനെ എങ്ങനെ പിടയ്ക്കില്ല, അതുപോലെ പിടയ്ക്കുന്നു മാത്രമേ ഉള്ളൂ എന്നാണ്. അതായത് സ്റ്റേറ്റ് മൊത്തം പോയില്ലേ സാറേ? ആകെ 35 MLA കൊണ്ട് അകത്തിരിക്കുകയില്ലേ, ഘടകകക്ഷികൾ ഉൾപ്പെടെ. അപ്പോഴതിന്റെ വാലിന്റെ ഒരു ചലനേ ഉള്ളൂ. അവസാനം അവര് പറയുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ ജയിക്കുക എന്നുള്ളതല്ല, ജനാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തര തുടർച്ചയായ സമരങ്ങൾ, അതാണ് LDF എന്നാണ് അവർ പറയുന്നത്. അതെ, അത് നല്ലതാണ്. അത് രാഷ്ട്രീയപരമായിട്ട് LDF നിന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം അത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് നല്ലതിനാണെങ്കിൽ മാത്രം. മുമ്പ് ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ തന്നെ ടെലിഫോൺ ലൈനിൽ എന്തോ അതായത് ജനങ്ങളൊരു അവകാശം കൊടുത്തിരിക്കുകയാണ് അവർക്ക് ഭരിക്കാൻ വേണ്ടി. അതായത് അതിനെ തല്ലിക്കെട്ടി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇപ്പം കിട്ടിയ 35 അടുത്തേനും കിട്ടാത്ത വരും. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസിന് 102ന്റെ ഇളക്കം മാറിയിട്ട് വെറും 2ലേക്ക് പോകും. അതാണ് അവസ്ഥ. അപ്പൊ ഇത് 35 2 37. അപ്പൊ ബാക്കി സീറ്റുകൾ ഉണ്ടല്ലോ,
3 അത് ആർക്ക് കിട്ടും? സാറേ മനസ്സാറെ അത് ഇപ്പുറത്തെ സൈഡിൽ നടക്കും സാറേ. ഈ ഓപ്പറേഷൻ താമര ഇവരാണ് ഉണ്ടാക്കുന്നത്. LDF-ന് 35 ആവും, UDF-ന് 2 ആയാൽ അപ്പോൾ 37 സീറ്റല്ലേ ആയുള്ളൂ. ബാക്കി സീറ്റൊക്കെ ആർക്ക് കിട്ടും? അതായത് ഓപ്പറേഷൻ താമര ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഇങ്ങനെ സാറേ ഈ 2 മുന്നണിക്കാരും കൂടെ. അതെ, ബുദ്ധിമുട്ടുള്ള കൗൺസിലർമാർ ഇടതുപക്ഷത്തിലുണ്ട്. ശരി, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കൗൺസിലർമാർ പാവങ്ങൾ ഇപ്പുറത്തുണ്ട്. അവർക്ക് കാശ് കിട്ടി കഴിഞ്ഞാൽ അവർ മാറി സാറേ. അതെയാ, നോക്കാം. ശരി, ഞാൻ എന്തായാലും അതൊന്നും വിശ്വസിക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ അങ്ങനെ പൈസയ്ക്ക് ആളുകൾ പെട്ടെന്ന് മാറുമോ? സാധ്യത കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഏതായാലും നോക്കാം നമുക്ക്. കിരൺ കുമാർ എന്നോട് പറയുന്നു ഹായ് മനു എന്ന് പറയുന്നു. ഹായ് മനു. ഓക്കെ, ഹായ് കിരൺ സുഖമായി ഇരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിറയെ ചുവന്ന പൂക്കൾ ഇപ്പോൾ എനിക്ക് പലരും അയക്കുന്നുണ്ട്. ഇപ്പോൾ ഷിജുവും കുറേ ചുവന്ന പൂക്കൾ അയക്കുന്നുണ്ട്. കൊള്ളാം. അപ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷ് പരിപ്പായി എന്നോട് പറയുന്നത് നന്ദി പറയുകയാണ്. കാരണം ഞാൻ ഒരുപാട് തവണ വിളിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. അങ്ങ് ഞങ്ങളെപ്പോലുള്ളവരുടെ അഭിപ്രായം വായിക്കുമ്പോൾ ഞങ്ങളും അതിൽ പങ്കാളികളാകുന്നു എന്നതിൽ വളരെയധികം സന്തോഷമെന്ന് എന്നോട് സന്തോഷ് പരിപ്പായി എന്നോട് പറയുകയാണ്. അപ്പോൾ സന്തോഷ് പാവത്തിന് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പല ആളുകളും നിരന്തരം നമ്മൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി എന്നോട് ഇങ്ങനെ പറയുകയാണ്. ഏതായാലും പക്ഷേ സന്തോഷം നമ്മുടെ ഒരു പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണെന്ന് എനിക്കറിയാം. അത് വലിയ സന്തോഷം എനിക്കുണ്ട്. മാത്രമല്ല സന്തോഷിൻ്റെ കമൻറ്റുകൾ കാണുമ്പോൾ പലതും വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് സന്തോഷ് കമൻറ്റ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. സന്തോഷ് വന്നില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആദ്യം കാണാതിരിക്കുമ്പോൾ അന്വേഷിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ടതും മുല്ലപ്പെരിയാർ ഡാമിലെ കരാർ ഒപ്പിട്ടതും ഏകദേശം ഒരുപോലെയായി എന്ന് സേവിയർ TR എന്നോട് പറയുന്നു. അമ്പാടി എന്നോട് പറയുന്നു എല്ലാവരും മുല്ലപ്പെരിയാറിലൊരു ചർച്ച വേണമെന്നാണ് പറയുന്നത്. ഇടുക്കി ജില്ലക്കാരായിരിക്കും കൂടുതൽ ഇവരെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. PVക്ക് ഇത്രയും കോടികളുടെ ആസ്തി എന്ത് പണി ചെയ്ത് കിട്ടിയെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നത്. ഓഹോ, ഇപ്പോൾ ഗ്ലാഡിയേറ്റർ വന്നിട്ടുണ്ട്, കുറേ കാലമായി കണ്ടിട്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ 71-ാം വാർഡ് പുത്തൻപള്ളി കൗൺസിലർ ഷബിനാസ് ബീബിയുടെ സത്യപ്രതിജ്ഞ ഡീറ്റെയിലായി പറയാമോ? അസാധുവായോ പുനർസത്യപ്രതിജ്ഞ ചെയ്യണ്ടേ എന്നാണ് പറയുന്നത്. അത് എന്താണ് ഗ്ലാഡിയേറ്റർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എനിക്ക് സത്യപ്രതിജ്ഞ അസാധുവായ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. ഓക്കെ, 10 കൊല്ലം പിണറായിയുടെ ധാർമ്മികത കേരളത്തിലെ ജനങ്ങൾ കണ്ടതല്ലേ, വീട്ടിൽ പോയിട്ട് ഇരുന്നിട്ട് എന്ത് ധാർമ്മികത എന്ന് ജയനകുമാർ ചോദിക്കുന്നു. അപ്പോൾ UK വ്ളോഗ്സ് എന്നോട് പറയുന്നത് ഇന്നെൻ്റെ ഗിരിജമ്മയുടെ ബർത്ത്ഡേ ആണ് സാർ, ഒരു ഹായ് തരാമോ എന്നാണ് ചോദിക്കുന്നത്. ആഹാ, സന്തോഷം. അപ്പോൾ UK വ്ളോഗ്സിൻ്റെ അമ്മ ശ്രീമതി ഗിരിജയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് ഞാൻ ആ ഹാപ്പി ബർത്ത്ഡേ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ ദീർഘായുസോടുകൂടി ഇനിയും കുറേ കാലം നമുക്കിടയിൽ അമ്മയുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആ ഗിരിജ എന്ന് കേട്ടപ്പോൾ എൻ്റെ അമ്മയുടെ പേരും ഗിരിജ എന്നാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് അതൊരു സന്തോഷം. അപ്പോൾ നമുക്ക് ഒരു കോമൺ ഫീച്ചറുണ്ട്. അപ്പോൾ സന്തോഷ് കുമാർ എന്നോട് പറയുന്നു കോൺഗ്രസ് കൗൺസിലർമാരിൽ ഭൂരിപക്ഷം CPM-ഉമായി യോജിക്കുന്നതിനോട് താല്പര്യമില്ലാത്തവരാണ് എന്ന് എന്നോട് സന്തോഷ് കുമാർ പറയുന്നു. പിന്നെ UDF-ഉം LDF-ഉം UDF-ഉം വിമതനായി മത്സരിച്ച സ്വതന്ത്രനും കൈകോർത്താൽ 50 പേർ ഭരണത്തിനെതിരെ വോട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് അത് സംഭവിക്കട്ടെ എന്നാണ് കൃഷ്ണൻകുട്ടി. അപ്പോൾ LDF-കാരെ ഇതിനെ പിന്തുണയ്ക്കണമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ബിനു വി വിൽ സീ ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഇഫ് ഗെറ്റ് പെയ്ഡ് ആൻഡ് വിൽ കോൺവെർസേഷൻ സെയ്സ് സോസ് എന്നൊക്കെ ഷിജു എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 10 കൊല്ലത്തെ ധാർമ്മികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. പല കമൻറ്റുകൾ എനിക്ക് വായിക്കാൻ കഴിയാത്ത ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കാണുന്നതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, ചിലതിങ്ങനെ ചാടിക്കയറി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് വായിക്കാൻ പറ്റുക. DMK എന്തോ പറയുന്നു CPM-നെതിരെ എന്നൊക്കെ പറഞ്ഞു. നാരായണൻ കാസർഗോഡ് നിന്ന്. നാരായണൻ. ഓക്കെ, നാരായണൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റും. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള വേണം. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. അപ്പോൾ ആരും ഇങ്ങോട്ട് പോകരുത്. ഷോർട്ട് ബ്രേക്ക്. ദേ പോയി താവുന്നു. ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആശകളും പ്രത്യാശകളും പ്രതീക്ഷകളും ഒക്കെ കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ജീവിതം നയിക്കുന്നതല്ലേ. അപ്പം നമ്മളിൽ നിന്ന് ഈ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഞാൻ പാടിയ ഈ പാട്ടും. വിണ്ണിലെ മാറി കാറൊഴിഞ്ഞു, വെള്ളി നിലാവിൻ തേരുവന്നു, പുത്തരിപ്പാടും പൂത്തുലഞ്ഞു, വ്യാകുലരാവിൻ കോളൊഴിഞ്ഞു, എത്തിരിപ്പൂ മൊട്ടുപോലെ കാത്തിരിപ്പൂ കൺവിരിയാൻ തത്തിവരൂ
കൊഞ്ചി വരൂ തത്തകളെ അഞ്ചിതമായി. നേരം നല്ലത് നേരാമോ കാറ്റേ കാറ്റേ. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ ജി ശ്രീറാം. നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രശ്നസങ്കുലിതമായ ഒരു സമയത്തിലൂടെയാണ് അല്ലേ? അത് എല്ലാവർക്കും അറിയാം. അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാണ്, ഏറ്റവും വലിയ വിപത്താണ് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം. ഈ മയക്കുമരുന്ന് എന്തിനാണ്? നമുക്ക് ഉപേക്ഷിച്ചൂടെ? പക്ഷേ പലരും പറയുന്നത് പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? അതിന് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ മുതൽ ഉള്ള യുവതലമുറ വരെയുള്ളവർ പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം നോ എന്ന് പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. ഈ വർഷവും ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ ന്യൂസ് 18 കേരളം അതിഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുമായിട്ട് സഹകരിച്ച് നമ്മുടെ ഈ രാജ്യത്തിൽ നിന്ന്, ഈ കുട്ടികളിൽ നിന്ന് ഈ വിപത്തിനെ അകറ്റാൻ എല്ലാവരും കൈകോർത്ത് നിൽക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇത്തരത്തിലുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് വാക്ക് തരുന്നു. നമ്മുടെ നാട് നന്നാകട്ടെ. നാട് നന്നാവണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നന്നാകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഭാവിയിൽ ഈ പ്രദേശങ്ങൾക്ക് മേൽ യെസ്, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ശ്രീ വിജയൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വിഷയത്തിൽ അങ്ങേക്ക് പിന്നെ ഒരു പ്രതികരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങ് പ്രതികരിച്ചാണല്ലോ. അപ്പോൾ ജേക്കബ് എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നുണ്ട്. ശ്രീ ജേക്കബ് തിരുവനന്തപുരത്ത് എവിടത്തുകാരനാണ്? ഞാൻ അമ്പലമുക്ക്. ഓക്കെ. ശ്രീ ജേക്കബിന് എന്ത് തോന്നുന്നു? LDF UDF ഐക്യം തിരുവനന്തപുരം നഗരസഭയിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ സാധ്യമാണോ ശ്രീ ജേക്കബ്? ഒരുപക്ഷെ VV രാജേഷിന്റെ ഭരണത്തെ മറിച്ചിടാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഒന്നിക്കാം വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ അത് ജനങ്ങള് അംഗീകരിക്കപ്പെട്ട ഒരു മേയറെയും ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിനെ അട്ടിമറിക്കുന്നതിന് തുല്യമാവും. അതോടുകൂടിയിട്ട് ഈ രണ്ട് വിഭാഗത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി അടുത്ത കാലത്തെങ്ങും അധികാരത്തിൽ വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകും. അങ്ങനെ ഒരു കൃത്യമായി ഉണ്ടാകുന്നത് അവിഹിത കൂട്ടുകെട്ടായിരിക്കും അത്. അത് ശരി. അപ്പോൾ ഇവർ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അപ്പോൾ എന്ത് സംഭവിക്കും? ഒന്നിക്കാൻ സാധ്യതയുണ്ടോ? എന്താ തോന്നുന്നത്? മിക്കവാറും സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരില്ലല്ലോ. അത് ശരി. അപ്പോൾ അതിന് ഉള്ള ഒരു നിയമപരമായ ഒരു പിന്തുണ കിട്ടും, അല്ലെങ്കിൽ അതിന് അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പ്രതീക്ഷ പൊതുവെ ജനങ്ങൾക്കുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40-45 വർഷം കൊണ്ട് പ്രായമായ ഞങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഭരണം. അതില് ഞങ്ങൾ ആ പാർട്ടിയിലെ ഒരു BJPയുടെ അനുഭാവിയൊന്നും അല്ലെങ്കിൽ പോലും വളരെ സംശുദ്ധമായ ഭരണമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. യാതൊരു അഴിമതിക്കും ഇട നൽകാതെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു ഭരണമാണ് നടക്കുന്നത്. അതിനെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല, ജനങ്ങളുടെ അംഗീകാരത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് തുല്യം തന്നെയാണ്. അപ്പോൾ ഈ അടിയും കലാപവും ഒക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ എന്താണ് നഗരവാസികൾ, അങ്ങയുടെ പരിസരത്തുള്ള ആളുകൾ പറയുന്നത്? അത് സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അധികാരത്തില് സ്റ്റേറ്റിൽ അധികാരം പോയി. രാജ്യത്ത് ഇപ്പൊ ഒരു സ്റ്റേറ്റിൽ പോലും ഭരണത്തിലില്ല. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് വളരെ ശുഷ്കമായ പ്രാതിനിധ്യമാണ് അവർക്ക് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഉള്ളത്. കേരളത്തിൽ അധികാരം പോയി, തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിൽ പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു തത്രപ്പാട് കാണിക്കുകയാണ്. അത്ര മാത്രമേ ഉള്ളൂ.
അപ്പോൾ അവർ ഇപ്പോൾ പൊതുവിഷയങ്ങൾ ഉന്നയിച്ചുള്ള അവരുടെ ധാർമ്മിക സമരമാണെന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നാണ് ശ്രീ ജേക്കബ് പറയുന്നത്. വെറുതെ നമ്മൾ കാണുന്ന കണ്ണൂര് മുതല് പാറശാല വരെ നമ്മൾ കാണുന്നില്ലേ, അടുത്ത പക്ഷേ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന്. ശരി, അക്രമത്തിലൂടെ പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ജേക്കബിനോട് ചിലരൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ട്. സുനിൽകുമാർ പിന്തുണ കൊടുക്കുന്നു. ജേക്കബ് പറഞ്ഞത് ശരിയാണ്, 100% മാർക്ക് കിട്ടിയിരിക്കുന്നു. മുരളി പറയുന്നു ജേക്കബ് പറഞ്ഞത് ശരിയെന്ന് പറയുന്നു. ആരുടെ കൂടെ പോയാലും ഞങ്ങൾ BJPയുടെ കൂടെ പോകില്ല എന്ന് ജയകുമാർ പറയുന്നു. ജേക്കബ് തിരുവനന്തപുരം ഈസ് ദ പ്രൂഫ് ദാറ്റ് ക്രിസംഗീസ് ആർ ഗ്രോയിങ് ഇൻ കേരള എന്ന് പറയുന്നു. മൈക്ക് അന്ന് സുധാകരനെ ചതിച്ചെങ്കിൽ ഇന്ന് മൈക്ക് സതീശനെ ചതിച്ചു എന്ന് നമ്മുടെ ഷാജി ഭാസ്കർ പറയുന്നു. അപ്പോൾ ജേക്കബിന് പിന്തുണ ശ്രീ മുരളീധരൻ നായർ MN കൊടുക്കുന്നു. പങ്കജാക്ഷൻ ജനത്തെ സേവിക്കാൻ ആരും പാർട്ടി മാറിയിട്ടില്ല മനു സാർ എന്ന് എന്നോട് പങ്കജാക്ഷൻ നായർ പറയുന്നു. അതും ശരിയാണ്, ആളുകൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പാർട്ടി മാറുന്നത്. UDFലെ 15 പേരെങ്കിലും BJPയുടെ കൂടെ പോരും എന്നാണ് മുരളിയുടെ അഭിപ്രായം. ഗ്ലാഡിയേറ്റർ പുലിയാണെന്നാണ് നമ്മുടെ ഗോമാതാജി പറയുന്നത്. ട്രസ്റ്റിംഗ് BJP ആൻഡ് സംഘ് പരിവാർ ഈസ് ലൈക്ക് ട്രസ്റ്റിംഗ് കിങ് കോബ്ര ആൻഡ് യൂദാസ് എന്ന് ഷിജു എന്നോട് പറയുന്നു. മേയർ ആ ദൃശ്യത്തിൽ എന്തിനാണ് തൂണ് തള്ളിയിടാൻ നോക്കുന്നത് എന്ന് എന്നോട് അമ്പാടി ചോദിക്കുന്നു. ഓക്കെ, പ്രിയപ്പെട്ട നാട്ടുകാരെ എന്ന് കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ എന്ന് നിങ്ങൾ പറയേണ്ട, വിളിക്കൂ പൊതുവേദിയിലേക്ക് മനുവിനെ എന്ന് ഷാജി. ഓക്കെ, കൊള്ളാം. അതൊരു നമ്മുടെ ഒരു ഇതാണല്ലോ, പ്രൊമോഷണൽ വീഡിയോ ആണ്. മണികണ്ഠൻ പറയുന്നു CPMൻ്റെ അഴിമതികൾ പുറത്തു വരുന്നതിലുള്ള ഭയമാണ് മേയറിന് തിരുവനന്തപുരത്ത് വൻ ജനപിന്തുണ ഉണ്ട് എന്നാണ് എന്നോട് മണികണ്ഠൻ പറയുന്നത്. മനു, ചമ്പക്കുളം വള്ളംകളി മത്സരത്തിൽ കുട്ടനാട് MLA റെജി ചെറിയൻ നിയമസഭയിൽ ഒരു സബ്മിഷൻ കൊടുത്തിട്ടുണ്ട്. ആകുമ്പോൾ മുഖ്യമന്ത്രി മറുപടി കൊടുത്തത് എന്താണെന്ന് നമ്മൾ കണ്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഞാൻ നോക്കാം. അപ്പോൾ ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നത്, അതായത് പുത്തൻപള്ളി കൗൺസിലർ ഷംന ബീബി അള്ളാഹുവിൻ്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതാണ് ചോദിച്ചത്. നേരത്തെ എന്നോട് ചോദിച്ചിരുന്നു മറ്റവരുടെ പേര് വാർഡ് മെമ്പർ 71 അസാധുവായോ. അത് ഭീമാപ്പള്ളി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭീമാപ്പള്ളി കൗൺസിലർ അല്ലേ ഷംന ബീവി. അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. അങ്ങനെയാണ്. ഇത് സംബന്ധിച്ച് വലിയൊരു തർക്കമുണ്ടായിരുന്നത് ഞാൻ ഓർക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഒരു 10-20 വർഷം മുമ്പാണ്, 2006-07 മറ്റോ ആണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത അത് അയോഗ്യത കൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ഒരാൾ കോടതിയിലേക്ക് പോവുകയും കോടതി ഇത് സവിസ്തരണം ഹൈക്കോടതി പഠിച്ചതിന് ശേഷം അത് അള്ളാഹുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ ദൈവനാമത്തിൽ അങ്ങനെ ഈശ്വരൻ്റെ നാമത്തിൽ എന്നൊക്കെ പലതരം വാക്കുകൾ, ഇതെല്ലാം അർത്ഥം ഒന്നാണല്ലോ, ദൈവം എന്നുള്ള അർത്ഥം വരുന്ന വാക്കുകൾ എന്ന നിലയിൽ ദൈവനാമത്തിലോ ഈശ്വരനാമത്തിലോ അള്ളാഹുവിൻ്റെ നാമത്തിലോ ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യാം, അതിൽ തെറ്റില്ല എന്ന് പറയുകയും അന്ന് ലീഗ് MLA-മാരുടെ സത്യപ്രതിജ്ഞയാണ് അന്ന് ആ തർക്കത്തിന് വഴിവെച്ചത്. അത് ചെയ്യുകയും ചെയ്തു. അതേസമയം പക്ഷേ പിന്നീട് ഈ ഗുരുദേവൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് പക്ഷേ അംഗീകരിച്ചില്ലെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഏതായാലും കോടതി ഈ കാര്യത്തിൽ അന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. വ്യക്തികളുടെ പേരുകൾ ഉപയോഗിക്കരുത്. ദൈവം എന്ന മൊത്തത്തിൽ അർത്ഥം വരുന്ന പ്രയോഗങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി എത്ര മഹനീയനായിക്കോട്ടെ, എത്ര ഉന്നതനായിക്കോട്ടെ, പക്ഷേ അദ്ദേഹം ദൈവതുല്യനാകുന്നില്ല എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് അന്ന് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയതായി ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ സത്യപ്രതിജ്ഞ അസാധുവാകാനുള്ള സാധ്യത കുറവാണ് ഞാൻ പറയുന്നത്. ഹൈക്കോടതിയുടെ അങ്ങനെ ഒരു വിധിയുണ്ട്. പിന്നീട് അത് മാറിയോ പിന്നെ വേറെ എന്തെങ്കിലും പുതിയ വിധി വന്നോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇത് ഞാൻ മനസ്സിലാക്കുന്നിടത്ത് വെച്ചാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നാണ് പറയുന്നത്. നേരായ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് അമ്പാടി എന്നോട് ചോദിക്കുന്നു. UDFും LDFും UDF വിമതനുമായി മത്സരിച്ച് സ്വതന്ത്രനും കൈകോർത്താൽ 50 പേർ ഭരണത്തിനെതിരെ വോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും. അത് സംഭവിക്കും എന്നാണ്. ഒരു ഗ്ലാഡിയേറ്റർ ചിലതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. നല്ലല്ല. സുനിൽകുമാർ അതിലൊരു ഞാനിപ്പോൾ അത് വിശദീകരിച്ചില്ല. കോൺഗ്രസ് കൗൺസിലർമാർ ഭൂരിപക്ഷം CPMനോട് യോജിക്കുന്നില്ല എന്ന് പറയുന്നു. തിരുവനന്തപുരത്തുള്ള എല്ലാ ദൈവങ്ങളെയും കോടതി കയറ്റിയത് BJPയാണ് എന്ന് എന്നോട് ഷാജി ഭാസ്കർ പറയുന്നു. എന്നാൽ രാമൻ്റെ പേരിൽ അയ്യപ്പൻ്റെ പേരിലുമാകാം, അതും ദൈവം തന്നെയല്ലേ എന്നാണ് പറയുന്നത്. അത് ഒരു ദൈവം എന്ന ടോട്ടാലിറ്റിയുടെ ഒരു പ്രയോഗമാണ്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അതിലെല്ലാ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അത് ഇന്ന ഈശ്വരനല്ല, ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ, ദൈവനാമത്തിൽ ഭഗവാൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ആകാം എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ അത് തെറ്റില്ല എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ വീണ്ടും കോടതി ഇപ്പോൾ ഇങ്ങനെ പറയുകയാണല്ലോ. അപ്പോൾ നമുക്ക് കോടതി പറയുന്നതാണ് പ്രധാനമായി ഇതിൽ എടുക്കുക. അപ്പോൾ അവിശ്വാസ പ്രമേയം പാസ്സാക്കരുത്, BJP തന്നെ ഭരിക്കട്ടെ എന്ന് തിരുവനന്തപുരത്തുകാരെ വിലയിരുത്തട്ടെ എന്നവർ പറയുന്നു. ഗുണ്ടയെ കൗൺസിലറാക്കുക എന്ന് അമ്പാടി പരിഹസിക്കുന്നു. നമസ്കാരം മനു, ജേക്കബ് ചേട്ടൻ സേസ് ദ ട്രൂത്ത്, യുവർ കോട്ട് ഈസ് സൂപ്പർ എന്നാണ് എന്നോട് ശ്രീമതി സതി ബാബുരാജ്
പറയുന്നത്. സതി ബാബുലിനെ കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെപ്പോഴും എനിക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരാളാണ്. അവർ ഒന്ന് സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, പാവപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ മറ്റൊരു വഴിയുമില്ലാത്ത ആളുകളെ സഹായിക്കുന്നു. അതോടൊപ്പം നമ്മളുടെ ഒരു കമൻറ്റിലിടുമ്പോൾ പോലും അവരൊരു പോസിറ്റീവായ ഒരാളാണ്. അത് വളരെയധികം സന്തോഷം തരുന്നു. ഉമേഷ് ചള്ളിയിൽ ടു പ്ലഡ്ജ് ഇൻ ദ നെയിം ഓഫ് ഗുരുദേവൻ ആൻഡ് ബിക്കെയിം അസാധു. അതെ അതെ, അതാണ് ഞാനും പറയുന്നത്. ഷിജു അത് എന്നെ ഓർമ്മിപ്പിച്ചത് ശരിയാണ്. അത് അന്ന് അതിനെതിരെ ചിലരൊക്കെ പരാതി നൽകിയത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ രജനീഷ് കോഴിക്കോട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. രജനീഷൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് കുറേ ദിവസങ്ങളായി. ശ്രീ രജനീഷ്, BJP ആദ്യമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിൽ, കേരളത്തിൽ തന്നെ ആദ്യത്തെ കോർപ്പറേഷനാണ് BJP അധികാരത്തിൽ വന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം. 45 വർഷത്തോളം ഇടതുപക്ഷം ഭരിച്ച് നശിപ്പിച്ച കോർപ്പറേഷനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ ശേഷമാണ് BJP അവിടെ അധികാരത്തിലെത്തുന്നത്. 6 മാസം കൊണ്ട് ഒരു കോർപ്പറേഷൻ ഭരണത്തിനെ വിലയിരുത്താൻ ആർക്കും പറ്റില്ല. ഇത് ഭരണസമിതിക്കും പറ്റാത്ത കാര്യമാണ്. എന്നാലും നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നിടത്തോളം നല്ല ഭരണത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് UDFും CPM കൂടി നടത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള മെമ്പർമാരടക്കം BJPക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പറഞ്ഞിരുന്നു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF UDFും ഒരു കക്ഷിയായും BJP മറുപക്ഷത്തുമുള്ള തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്ന് സൂചന നൽകിയിരുന്നു. അതിന്റെ ഒരു അതിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ശരി. അപ്പോൾ അവിടെ ഒരു അട്ടിമറി സാധ്യതയാണ് നിങ്ങൾ കാണുന്നത്. ഈ അട്ടിമറി അതിജീവിക്കാൻ BJP കഴിയുമോ? അട്ടിമറിയെ സുഖമായി അതിജീവിക്കും. അത് മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ള പാർട്ടികളിൽ നിന്നുള്ള മെമ്പർമാർ വരെ BJP വോട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരും. അതെങ്ങനെയാണ് അത് സാധ്യമാണ്? അത് നമ്മുടെ കൂറുമാറ്റ നിയമത്തിന്റെ പരിധിയിൽ വരൂല്ലേ? കൂറുമാറ്റ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന രാജിവെച്ചിട്ട് ഇലക്ഷൻ നേരിട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ മുമ്പ് നമ്മൾ കണ്ടതാണല്ലോ. അത് അയാൾ രാജിവെക്കാമല്ലോ. അത് ശരി. അപ്പൊ അങ്ങനെ ഒരു കൂറുമാറ്റമൊക്കത്തിനൊക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ടോ രജനീഷേ? അത്ര പോലും പറയുകയാണ്. അത് 6 മാസം കൊണ്ട് ഒരു കോർപ്പറേഷന്റെ ഭരണം മോശമാണെന്ന് പറഞ്ഞ് അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന 45 വർഷമായി ചെയ്ത കാര്യങ്ങൾ അവർക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ ജനങ്ങൾ അതിനെ വലിച്ചെറിഞ്ഞത്. അത് ശരി. ഓക്കെ. അപ്പോൾ ഏതായാലും BJPക്ക് ഒരു തുടർഭാവി തന്നെയാണ് കോർപ്പറേഷനിൽ താങ്കൾ കാണുന്നത് അല്ലേ? കാണുന്നുണ്ട്. സുഗതന് പിന്നെ ഹൈക്കോടതി പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അനുമതി കൊടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ ഈ കോടതി ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കാപ്പ കേസിലൊക്കെ സ്ഥിരീകരിക്കുമ്പോൾ അതൊരു ഒരു പ്രശ്നമല്ലേ? ശരിയാണ്, അത് ശരിയാണ്. പക്ഷേ ആ കേസിന്റെ എല്ലാ വശങ്ങളെ പറ്റിയും അറിയാത്തത് കൊണ്ട് നമുക്കത് അതേപറ്റി പറയാൻ പറ്റില്ല. എന്താണ് അത് കേസെടുക്കുന്നത്? ഒരു രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കേസെടുക്കുന്നത് എല്ലാ സംസ്ഥാനത്തും നമ്മൾ കേൾക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. മറ്റുള്ള സംസ്ഥാനത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതേ സ്ഥിതി ആയിരിക്കണമല്ലോ ഇവിടെയും എന്ന് വിശ്വസിക്കാൻ നമുക്ക് വിശ്വസിക്കാമല്ലോ. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ശ്രീ ശ്രീജിത്ത് എന്നോടൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീജിത്ത് നമസ്കാരം. നമസ്കാരം. ശ്രീജിത്തിന് ഈ ഭരണം തുടരും BJP അല്ലെങ്കിൽ കോൺഗ്രസിലെ ആളുകൾ BJPയെ പിന്തുണയ്ക്കുമെന്നൊക്കെ പറയുന്ന ഈ ന്യായത്തോട് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് യാഥാർത്ഥ്യവും ചെറുങ്ങനെ ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കണ്ണൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. കണ്ണൂർ എവിടുന്നാ? കണ്ണൂര് കുഞ്ഞനന്തന്റെ വീട്ടിന്റെ അടുത്താണ്. തലശ്ശേരിക്ക് അടുത്തല്ലേ? എന്താണ് സ്ഥലത്തിന്റെ പേര്? തലശ്ശേരിയല്ല, പാറാട്. പാറാട് എന്ന് പറയും. അതെ, തലശ്ശേരി താലൂക്ക്. പാനൂർ. അതെ. ഓക്കെ, മനസ്സിലായി. അപ്പൊ എന്താന്ന് പറഞ്ഞാല് ഇത് BJPന്റെ ഭരണം ഇല്ലാതാക്കാൻ വേണ്ടിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കും. പക്ഷെങ്കില് BJP ഭരിച്ച് എങ്ങനെ ഉണ്ടാവും നമ്മൾ നോക്കണം. പൊതുജനത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. അതെ. ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മളെ സ്ഥിതി എനിക്ക് നന്നായിട്ട് അറിയാം. പാനൂര് പ്രശ്നമാണോ? പാനൂരിലുള്ള ഈ മേഖലയിലുള്ള ഇവിടെ ലീഗാണ്. ഞാൻ ആ വഴി വന്നിട്ടുണ്ട്. CPM ഉണ്ട്. ലീഗും CPM ഉണ്ട്. ലീഗിന് CPM ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ഇവിടെ. അപ്പോ എല്ലാ ജനങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ കാര്യങ്ങള് എങ്ങനെ നിറവേറ്റുന്നുണ്ട് എന്നുള്ള കുറച്ചൊന്നും നോക്കണം. ഇപ്പം തന്നെ UDF ഭരണത്തിൽ വന്നിട്ടുണ്ട്. ഭരണത്തിന് വരുന്നേ മുന്നേ പല കോപ്രായങ്ങളാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് LDF. ഓക്കെ അല്ലേ? എനിക്കറിയില്ല, അങ്ങ് പറഞ്ഞാൽ അങ്ങനെ.
അങ്ങനെയാണ് ഇവിടെയൊക്കെ അങ്ങനെയാണ് സംഭവങ്ങൾ നിലനിർത്തുന്നത്. അത് ശരി. അപ്പോ LDFന്റെ UDFന്റെ ഭരണം എങ്ങനെയുണ്ട് 10 വർഷക്കാലം പൊറുതി മുട്ടി നിൽക്കുകയാണ്. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് നോക്കുന്നതിന് മുന്നേ എല്ലാം എടുത്തിയാടുക. അതാണ് കേരളത്തിന്റെ അവസ്ഥ. ശരി, അപ്പോൾ വ്യക്തമാണ്. സമയം അതിക്രമിച്ചുകൊണ്ടാണ് എനിക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായപ്പോൾ എന്നോട് ഗ്ലാഡിയേറ്റർ ചോദിക്കുന്നത്, അപ്പോൾ പത്മനാഭ സ്വാമിയുടെ നാമത്തിൽ എങ്ങനെ സത്യപ്രതിജ്ഞ എന്നതിനെക്കുറിച്ച്, അതായത് അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ആ കോടതി ഉത്തരവ് അന്നത്തെ എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് പറയാണ്, ദൈവം എന്ന വാക്ക് മൊത്തത്തിൽ അതിൻ്റെ നമ്മൾ ദൈവം എന്നതിൻ്റെ പല ഭാഷയിൽ പലതരത്തിൽ പ്രയോഗിക്കും, ഈശ്വരനാമത്തിൽ, ദൈവനാമത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഒരു പ്രത്യേക ദൈവത്തെ പിടിച്ചല്ല, ദൈവനാമത്തിൽ അങ്ങനെയാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഗ്ലാഡിയേറ്റർ എന്നോട് അതാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ഏതായാലും കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. എനിക്കതിൽ ഒരു വിദഗ്ധ അഭിപ്രായം പറയാൻ ആകില്ല. അപ്പോൾ BJPയുടെ ഭരണം ഇല്ലാതാക്കാൻ വേണ്ടി ഏറെക്കുറെ സഹോദരന്മാർ പറഞ്ഞു. യഥാർത്ഥത്തിൽ BJP അവിടെ ഭരിക്കുന്നതുണ്ടോ, എന്ത് ഭരണം എന്ന് അവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ശ്രീജിത്തിന് ചിലരൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഭൂരിപക്ഷ അഭിപ്രായം ഇന്ത്യ മുന്നണിക്കെതിരാണ്, അത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. അവരും ഈ UDF അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണയ്ക്കുമോ എന്ന ഒരു ചോദ്യം ഞാൻ ആളുകൾക്ക് മുന്നിൽ വെച്ചിരുന്നു. അപ്പോൾ അതിന് സാധ്യതയുണ്ടെന്നാണ് 71% ആളുകളും എന്നോട് പറയുന്നത്. UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ തീർച്ചയായും അതിനെ LDF പിന്തുണയ്ക്കും ആണ് അവർ പറയുന്നത്. ഏതായാലും ഒരു നഗരസഭയോ കോർപ്പറേഷനോ ഒരു വെറും രാഷ്ട്രീയ അധികാരത്തിനുള്ള ഒരു വേദിയല്ല. ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പരിഹരിക്കേണ്ട ഒരിടമാണ്. നഗരത്തിലെ റോഡുകൾ, മാലിന്യ പ്രശ്നം, കുടിവെള്ളം, അതുപോലെ തെരുവ് വിളക്കുകൾ, തെരുവ് നായ ശല്യം, അങ്ങനെ 100,000 പ്രശ്നങ്ങൾ പൊതുജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നഗരവാസിയും അവനവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിച്ച് കിട്ടാനാണ് കോർപ്പറേഷനിൽ എത്തുന്നത്. പക്ഷേ അവിടെ ഉണ്ടാകേണ്ടത് വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ്, അല്ലാതെ ഈ അധികാരത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ തമ്മിത്തല്ലല്ല എന്ന് എല്ലാവർക്കും അറിയാം. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയ നാടകങ്ങൾക്കോ സംഘർഷങ്ങൾക്കോ കാണാനല്ല, നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാണ്. തിരുവനന്തപുരം പോലൊരു സ്ഥലത്തെ, ഒരു നഗരത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനവും കാര്യക്ഷമമായ ഒരു ഭരണമാണ്, അല്ലാതെ അവസാനമില്ലാത്ത വിവാദങ്ങളോ വില കുറഞ്ഞ രാഷ്ട്രീയമോ അല്ല. ഇത് എല്ലാവരും ഓർത്താൽ നന്ന്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.